കൽപ്പനവോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം.
അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഫലമേലും ചെയ്ത യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അങ്ങയുടെ സത്യത്തിന് ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലുള്ള പ്രതിഷ്ഠാംഗങ്ങളുടെ തിരുക്കുവാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചുവട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
സ്വഭാവത്തിന് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, നിങ്ങൾ ഇത് ശ്രദ്ധയോട് ശ്രദ്ധിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നും അധ്യായം 3, 9 മുതൽ 16 വരെ തിരുവചനങ്ങൾ. കർത്താവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകെ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എന്റെ നാമധേയം. അങ്ങനെ സർവ്വപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിപ്പിക്കപ്പെടണം. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്തിരിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ ബദലസ്വരം ശ്രമിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ പുതിയ പ്രകാശിക്കണമേ. അതുവഴി ആത്മീയങ്ങൾക്ക് ഉപകരിക്കുന്ന ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അധ്യായം 1 വാക്യങ്ങൾ 4 മുതൽ 10 ആശീർവദിക്കണമേ. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്, ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതനുമാക്കുകയും ചെയ്തവനും മഹത്വവും പ്രതാപനും എന്നേക്കും ഉണ്ടായിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ പിഴയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു,
യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അതിരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാവൊന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. നമുക്കറിയാം, 2026 സർ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച 2ാമത്തെ കുർബാനയിൽ ഈ സർക്കുലർ വായിച്ചിരുന്നു. ഇന്ന് 1ാമത്തെ കുർബാനയിൽ ഇത് വായിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് സമുദായം എന്ന് അഭിവന്യ പിതാവ് എഴുതിയ ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, 2026 വർഷം സീറോ മലബാർ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കണമെന്ന അഭ്യർത്ഥന നമ്മുടെ സഭയിലെ വിവിധ സമുദായ സംഘടനകൾ മുന്നോട്ട് വെച്ചതിന് പ്രകാരം സീറോ മലബാർ സഭാ നേതൃത്വം അക്കാര്യം ചർച്ച ചെയ്ത് അപ്രകാരം ചെയ്യാമെന്ന് തീരുമാനിച്ച കാര്യം ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. സുരക്ഷിത കുടുംബം, സുശക്ത സമുദായം എന്നതാണ് ലക്ഷ്യം. എന്തിനാണ് ഇപ്രകാരം ഒരാചരണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സമുദായം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയും സമുദായവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ 2 വശങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണത്. രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, എന്നാൽ രണ്ടും ഒന്നല്ലതാണ്. രണ്ടിനും വ്യത്യസ്തമായതും എന്നാൽ പരസ്പരം ബന്ധപ്പെട്ടതുമായ നേതൃത്വവുമുണ്ട്. അവർ പരസ്പര പൂരകങ്ങളാണ്. സഭാ നേതൃത്വം, അതായത് മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ എന്നിവർ കൂടുതലായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ പഠനവും പരിശീലനവും രൂപീകരണവും എല്ലാം അതിന് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഭൗതികവും മാനസികവുമായി അവരുടെ ശൈലികളും അതിന് ചേരുന്ന രീതിയിലായി മാറണം എന്നതും അതിൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സഭാ സമൂഹം ജീവിക്കുന്ന രാഷ്ട്രീയവും ഭരണപരവും മറ്റുമായ പൊതു ഇടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് അവർ പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. മാത്രമല്ല, അത്തരം മേഖലകളിൽ ഇടപെടുന്നതിന് അവർക്ക് രാജ്യത്തിൻ്റെയും സഭയുടെയും നിയമപരമായ വിലക്കുകളും പൊതുമര്യാദയുടെ പരിമിതികളുമുണ്ട്. എന്നാൽ സമുദായ നേതൃത്വം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൊതു ഇടങ്ങളിലുള്ള സാന്നിധ്യവും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അതിനവരെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും രൂപീകരിക്കാനും പ്രാപ്തരാക്കാനുമുള്ള വേദികളാണ് AKCC, KCYM തുടങ്ങിയ സംഘടനകൾ. രാഷ്ട്രീയം, നിയമനിർമ്മാണ സഭകൾ, ഭരണം, നീതിന്യായ നിർവഹണം, ഉദ്യോഗശ്രേണി, നയരൂപീകരണ വേദികൾ, സ്കൂൾ കോളേജ് പാഠ്യപദ്ധതി രൂപീകരണ സമിതികൾ, അധ്യാപനം, വ്യവസായം, കലാ സാംസ്കാരിക വേദികൾ എന്നിങ്ങനെ ഏത് മേഖലയിലായിരുന്നാലും ക്രൈസ്തവ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കാനും തങ്ങൾ ഉൾപ്പെടുന്ന സമുദായം അവഗണിക്കപ്പെടാതിരിക്കാനും വേണ്ടത് ചെയ്യാനുള്ള പരിശീലനമാണ് ഈ സംഘടനകളിലൂടെ നൽകേണ്ടത്. എല്ലാറ്റിനും ഉപരി ഇപ്പറഞ്ഞവയിലുള്ള സജീവ ഭാഗഭാഗിത്വം സമുദായത്തിൻ്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ് എന്ന അവബോധം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് സമുദായം ശക്തിപ്പെടുന്നത്. ഈ അവബോധന സൃഷ്ടിയാണ് സമുദായ ശാക്തീകരണത്തിൻ്റെ ആദ്യപടി. നിർഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്കുന്നതും ചെയ്യുന്നതും വർഗീയതയാണ് എന്ന പൊതുബോധം പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായ അംഗങ്ങളെ വളരെ
എന്നെങ്കിലും അങ്ങനെ പറയുന്നവരെ ചെയ്യുന്നവരെയും വർഗീയവാദികളാക്കി നമ്മൾ തന്നെ മുദ്രയടിക്കുന്ന വിരോധാഭാസം നമ്മുടെ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടുന്നതാണ്. അവരവരുടെ ജാതിയും മതവും സമുദായവും മാത്രം മതി എന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പക്ഷപാതപരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് വർഗീയത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഇവിടെ മാന്യമായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് കേവലം നീതി മാത്രമാണ്. ഇത് എവിടെയും ഭയമില്ലാതെ വിളിച്ചു പറയാനും ഏത് മേഖലയിലായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സീറോ മലബാർ കത്തോലിക്കർ തയ്യാറാകുമ്പോഴാണ് സീറോ മലബാർ സമുദായം ശാക്തീകരിക്കപ്പെടുന്നത്. നമ്മുടെ സമുദായ നേതൃത്വം അതിനുള്ള അവബോധം ഉള്ളവരാകണം. ആ അവബോധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അവർ ശക്തരാകണം. ക്രമേണ സമുദായ അംഗങ്ങൾ മുഴുവൻ അങ്ങനെ ആയിത്തീരണം. അതാണ് സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം. കുടുംബത്തിലൂടെയാണ് സമുദായം അടുത്തുയർത്തപ്പെടുന്നത്. അവിടെയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ആദ്യ പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത്. കുടുംബങ്ങളുടെ കെട്ടുറപ്പ് ശിഥിലമായ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ആ ബോധ്യമില്ലാതായാൽ സ്വാഭാവികമായും കുട്ടികളുടെ സമുദായ ബോധത്തെയും ഇത് ബാധിക്കും. ഇക്കാരണത്താലാണ് കഴിഞ്ഞ വർഷം കുടുംബ നവീകരണ വർഷമായി നമ്മൾ ആചരിച്ചത്. ആ അർത്ഥത്തിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് നാം നടത്തിയ എപ്പാർക്കിയൽ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ച പ്രവർത്തന രൂപരേഖയുടെയും കുടുംബ നവീകരണ വർഷത്തിൻ്റെയും തുടർച്ചയാണ് സമുദായ ശാക്തീകരണ വർഷാചരണം എന്ന് പറയുന്നത്. പ്രധാനമായും 5 മേഖലകളിലാണ് സമുദായ ശാക്തീകരണം സാധ്യമാകേണ്ടത്. അവ കത്തോലിക്ക വിശ്വാസം, ആത്മീയത എന്നിവയിൽ അധിഷ്ഠിതമാവുകയും വേണം. 1. സമുദായ ബോധം. 2. തൊഴിൽ, സമ്പത്ത്. എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൊടുത്തത് കർത്താവേ നിങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റു പറയാൻ സമയം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കിയ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ നിന്റെ കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിൽ പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന് പ്രകാശമായി നിന്നോട് ലഭിച്ച വിശ്വാസത്തിൽ വളരാൻ സൽപ്രവർത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയുടെ തലവരായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മർലയോ പതിനാലാമൻ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ ഉപധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും ഉപധ്യക്ഷനുമായ മാർ ജോസ് മെത്രാനെ, മാർ അലക്സ് മെത്രാനെ, മറ്റെല്ലാ മെത്രാന്മാരെ ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കാഴ്ച
അങ്ങയുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മുകടഞ്ചോടെ സാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുതർക്കമായ ധ്യാനം വഴി നീ മഹത്വത്തോടെ ഉറപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസ്മാരും മേജറാർച്ചുബിഷപ്പ്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും വിസ്മരിക്കുവിൻ. മിശിഹായുടെ വ്യാധികളെ നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആസ്വദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ പ്രശസ്തമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാന്തരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും വിശുദ്ധിയോട് കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് എവിടെ അനുഷ്ഠിക്കപ്പെടുന്നവരെ സൂക്ഷിപ്പിക്കുകയും ഭയഭക്ത ചെറുകായ രസങ്ങൾ ആശ്രയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്ഥലത്തിനെ ഇരുത്തി നിശബ്ദരായ ഏകാഗ്രതയോട് ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
പരിശുദ്ധാത്മാവുമായി സർവേശ്വരങ്ങളുടെ മുഖത്തുവരെ നൃത്തത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും കൃതജ്ഞതയും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അവരുടെ സകലത്തെയും ഇങ്ങനെയോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള അവരുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗ്ഗങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും അംഗങ്ങളുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവികശകളെ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സർവ്വത്രിക സർവ്വപിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സർവ്വപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലീത്തായ്ക്കും ഞങ്ങളുടെ തിരുപിതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവിനുപദേശമായ മാർ ജോസഫ് മെത്രാനും മാർ റോസ് മെത്രാനും പുരോഹിതന്മാർ സുപ്രധാനമാർ സമർപ്പിതരന്മായ പ്രശ്ന ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രഭാവന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായി വർദ്ധിച്ച നീതിമാൻ
ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർഭരവിശുദ്ധവുമായ ബലിപീഠത്തിൽ വരെ ഞങ്ങളുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഹായുടെ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ ഇടത്തരത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർബല്യ വിശുദ്ധിയെ ഞങ്ങൾ പഠിപ്പിച്ചെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ശംശികായുടെ വിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് നാമസ്ഥിതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ളവരെ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള കടമകനിയും സ്നേഹവും വർഷാവധിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നുവെങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിക്കായ നാമത്തിനും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യതാപാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനായ സ്നേഹമേ,
നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും വ്യത്യാസങ്ങളോട് സമീപിക്കാം. ശാന്തത്തോടെ അപരാധവും വിധിനും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവങ്ങളും ചെറുപ്പിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടുന്ന നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയുടെ വ്യത്യാസത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ കൂടെ ദിവ്യരഹസ്യമായ കൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. വിശ്വാസത്തോടെ സന്നദ്ധയിലപ്പോൾ നിർമ്മലഹൃദയം പ്രശ്നത്തിന് നിഷ്പ്രകരമായ വ്യാപരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നേ ചേർന്നെങ്കിൽ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ കൃപയാൽ കടങ്ങളുടെ പകുതിക്കായി തന്റെ ശരീരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. നമ്മെ ജീവിതങ്ങളുടെ കൃപാപരമടുത്ത കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ഈ ദാനം കാണുവിൻ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവിൻ. കുർബാനയായി തീർന്നവനെ ഹൃദയമാമൾ താരയിൽ വാസമാകാൻ അപ്പമായി നാവിൻ തുമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ സ്നേഹമേ ഓസ്തിരൂപനാമീശോയേ കുർബാനയായി തീർന്നവനെ ഹൃദയമാമൾ താരയിൽ വാസമാകാൻ അപ്പമായി നാവിൻ തുമ്പിൽ വന്നിടും ഉള്ളിലലിയും കാരുണ്യമേ സ്നേഹമേ ഓസ്തിരൂപനാമീശോയേ.
അരികിലായി ചേർത്തിടാൻ അണയുന്ന കാരുണ്യമേ, കരുതലിൻ അപ്പമായി ആത്മാവിൻ ഭോജ്യമായി ഓസ്തിയായി ഹൃത്തിൽ നീ വാണിടണേ, ജീവനാധാരമായെന്നിൽ നിറയണമേ. ഓസ്തിരൂപനാമീശോയേ, കുർബാനയായി തീർന്ന അടുത്ത കുർബാന 7:45 കുർബാന നന്ദിയുടെ ഇടവചനത്തിൻ്റെ നന്ദിയുടെ ബലിയർപ്പണമായിട്ട് അർപ്പിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞുപോയ തിരുനാളും ഇടവക ഫെസ്റ്റും വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്യാൻ സാധിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുള്ള ബലിയിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഉള്ളവരെല്ലാം അടുത്ത കുർബാനയ്ക്ക് എല്ലാവരും പറഞ്ഞു വേണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച 26,900 രൂപ. കരോൾ പിരിവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 2,70,452 രൂപയാണ്. നമ്മുടെ സെമിത്തേരി നിർമ്മാണത്തിന് വേണ്ടി അത് നീക്കി വയ്ക്കുന്നു. ഇടവത്തിരുന്നാളിൻ്റെയും ഫെസ്റ്റിൻ്റെ കണക്ക് ഇതുവരെയും കൈക്കാരന്മാർ അത് പൂർണ്ണമായിട്ടും എഴുതി തീർക്കാൻ സാധിക്കാത്തതുകൊണ്ട് അടുത്ത ഞായറാഴ്ച അറിയിക്കാമെന്ന് വിചാരിക്കുന്നു. പള്ളി പരിസരവും ഇന്നലത്തെ ദിവസം വൃത്തിയാക്കിയത് 49-ാം വാർഡ് അംഗങ്ങളാണ്. അവർക്ക് നന്ദി അറിയിക്കുന്നു. അടുത്ത ശനിയാഴ്ച പള്ളി പരിസരം വൃത്തിയാക്കുന്നത് 50-ാം വാർഡ് അംഗങ്ങളാണ് എന്ന് അറിയിക്കുകയാണ്. ജനുവരി മാസം ഈ മാസം 17-18 തീയതികളിൽ ചിറ്റാളം വന്ന നമ്മുടെ തലപ്പള്ളിയിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം നടക്കുന്നു. ശനിയാഴ്ച 4 കുർബാനയാണുള്ളത്. ഈ വരുന്ന ശനിയാഴ്ച 5:30 പതിപോലെ ആരാധനയും, 6 മണിക്ക് കുർബാന, 7 മണിക്കത്തെ കുർബാനയ്ക്ക് കൊടിയേറ്റ് വിശുദ്ധ കുർബാന, പിന്നെ 8:30 വാർഡുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കുവാനുള്ള അമ്പുകളും ഓരോ കമ്മിറ്റി അംഗങ്ങളും അതാത് വാർഡിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 11 മണിക്ക് കുരിശുപീഠി, 11:30 വിശുദ്ധ കുർബാന, 4:30 ജപമാല വൈകുന്നേരം, 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയുടെ ധൈര്യം, 6:30 ചിറ്റാളക്കുന്നിലേക്ക് പ്രദക്ഷിണം. അപ്പോൾ 4 കുർബാനയാണ് അടുത്ത ശനിയാഴ്ച ഉള്ളത്. ഞാൻ നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് ലഭ്യമാണ്. ഗ്രൂപ്പിലും ഇടുന്ന ഗ്രൂപ്പിൽ നിന്ന് നോക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 18-ാം തീയതി ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച രാവിലെ പതിവ് പോലെയുള്ള കുർബാന 6 മണിക്കും 5:30 ആരാധന ജപമാല, 6 മണിക്ക് കുർബാന, 7:15 താഴെ പ്രദക്ഷിണം, 8 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാന വചന പ്രഘോഷണം, 10 മണിക്ക് വിശുദ്ധ കുർബാന, 11 മണിക്ക് വിശുദ്ധ കുർബാന. അപ്പോൾ രാവിലെ തന്നെ കുർബാന 4 കുർബാനയുണ്ട്. അല്ല, വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കുകയില്ല, കാരണം ചീമോട് പള്ളിയിൽ വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പം അടുത്ത ശനി ഞായർ ദിവസത്തെ കുർബാനയുടെ സമയം ഇതെല്ലാം ഓർത്തിരിക്കുകയില്ല. പക്ഷെ നമ്മൾ ഗ്രൂപ്പിലിട്ടേക്കാം, നോട്ടീസ് ലഭ്യമാണ്. നിങ്ങളത് കരസ്ഥമാക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
ചീങ്ങോട് കപ്പടിയിലെ തിരുനാൾ ആഘോഷിക്കുന്നത് 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ്. 26-ാം തീയതി ഒരു ഫിക്സഡ് ഡേറ്റാണ് അവസാനിക്കുന്നത്. 18-ാം തീയതി ഉച്ചയോടെ നമ്മൾ ഇവിടുത്തെ തിരുനാൾ കഴിയും. വൈകുന്നേരം ചീങ്ങോട് കപ്പേടയിൽ വൈകുന്നേരം ജപമാല കൊടിയേറ്റ് ആരംഭിക്കും 18-ാം തീയതി. അപ്പോൾ ബാക്കിയുള്ള തിരുക്കഥകളെ കുറിച്ചുള്ള നോട്ടീസ് അവിടെ വെച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള മിക്കവാറും എല്ലാ ഇടവുകളിലും അടുത്ത ആഴ്ചയാണ് തിരുനാളുകളും നടക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത ഇടവക എന്ന് പറയുന്നത് കേണിച്ചിറയാണല്ലോ. കേണിച്ചിറയിലെ തിരുനാൾ ആഘോഷം 16, 17, 18 തീയതികളിലാണ് നടക്കുക. ഇതെല്ലാം ഒരേ സമയമാണ് നമ്മുടെ തിരുനാളുകൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് ബോർഡിടാം. കുറച്ച് നോട്ടീസ് പുറമേ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കൈപ്പറ്റാവുന്നതാണ്. ജനുവരി മാസം 23-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച 23-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച 5 മണിക്ക് തിരുനാൾ കൺവീനർമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഓർത്തിരിക്കണം. ജനുവരി 23 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തിരുനാൾ കൺവീനർമാരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും മീറ്റിംഗ് ഉണ്ടായിരിക്കും. 24-ാം തീയതി ശനിയാഴ്ച 5 മണിക്ക് പാരിഷ് കൗൺസിൽ മീറ്റിംഗ് നടത്തുന്നു. കാരണം വേറെ ഞായറാഴ്ചകളൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. ഞായറാഴ്ചകളും തിരുനാളായതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം വെച്ചിരിക്കും. വാർഡ് പ്രാർത്ഥനകൾ ഈ ആഴ്ചത്തെ 12-ാം തീയതി തിങ്കളാഴ്ച വാർഡ് നമ്പർ 1 പാറപ്പുറത്ത് വർക്കിയുടെ വീട്ടിലെ, വാർഡ് നമ്പർ 5 വെള്ളാപ്പടി ബാബുവിൻ്റെ വീട്ടിലും, 13-ാം തീയതി ചൊവ്വാഴ്ച വാർഡ് നമ്പർ 19 കുമ്പാട്ട ചിച്ചിയുടെ വീട്ടിലെ, വാർഡ് നമ്പർ 49 തെക്കഞ്ചേരിയിൽ ജോസഫിൻ്റെ വീട്ടിലും, 16-ാം തീയതി വെള്ളിയാഴ്ച വാർഡ് നമ്പർ 51 ചിറമേൽ ബിജുവിൻ്റെ വീട്ടിലും പ്രാർത്ഥനയോഗം നടക്കുന്നു. കഴിഞ്ഞ തിരുനാൾ ദിവസം സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ അടുത്ത പ്രധാന അവസരത്തിലാണ് എല്ലാവരും പറയുന്നത്. നന്ദി പറയുക. എങ്കിലും ഈ അവസരം ഒറ്റ വാക്കിലെ നന്ദി പറയുകയാണ്. നമ്മുടെ ഇടവചനം 100% സഹകരിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുക. പക്ഷെ അവസാനമായപ്പോൾ ആ അഭിപ്രായം മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടാടാൻ സാധിച്ചു. ഈ തിരുനാളിനെക്കുറിച്ചും നമ്മൾ ആഘോഷിച്ച നടയൽ ഫെസ്റ്റിനെ കുറിച്ചുള്ള ന്യൂസ് എത്താത്ത സ്ഥലങ്ങളില്ല. കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, ഇത്ര ഭംഗിയായിട്ട് നമ്മൾ ഈ തിരുനാൾ ഈ വർഷം ആഘോഷിച്ചല്ലേ എന്നുള്ള ചോദ്യം. ഇന്നലെ ബാംഗ്ലൂരിൽ മിക്കവാറും ഇവിടെ വന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഇവിടെ വലിയൊരു ആഘോഷം അവരെല്ലാം ഷെയർ ചെയ്തിരുന്നു അവരുടെ ഗ്രൂപ്പുകളിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു തിരുനാൾ ഇവിടെ നടന്നു എന്നുള്ളത്. പിന്നെ ഇതിന് തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അത് നമ്മുടെ അടുത്ത പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം വേണ്ടയോ എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുന്നതാണ്. എല്ലാവർക്കും അതുപോലെ വൈദികർ മുതൽ സിസ്റ്റേഴ്സ്, കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ, കൺവീനർമാർ, കൈക്കാരന്മാർ, ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഇവരോടൊപ്പം ചേർന്ന് നിന്ന നമ്മുടെ ഇടവകങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കട്ടെ. മറ്റുള്ളവർക്ക് നന്ദി പറയുകയാണ്. ഒരുമിച്ച് നിന്നാൽ അടുത്ത വർഷം നമുക്കറിയാം നമ്മുടെ സമുദായ ശക്തിയുടെ വർഷമാണ്. അടുത്ത കുടുംബയുടെ അവസരത്തിൽ അവതരിപ്പിക്കാൻ 2-3 കാര്യമുണ്ടായിരുന്നു. അതിപ്പോൾ മുൻകൂട്ടി ഇവിടെ അവതരിപ്പിക്കുകയാണ്. അടുത്ത വർഷത്തേക്ക് നമ്മൾ സാമ്പത്തികമായി വളരണമെങ്കിൽ 2-3 കാര്യം നോക്കണം. നടത്തുന്നവരുണ്ട്, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പൈസയുണ്ട്, അതിവിടെ ചെലവാക്കാൻ താല്പര്യമുള്ളവരുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഒരു ചെറിയൊരു മീറ്റിംഗ് 50 പേര് ഉൾക്കൊള്ളുന്ന ഫെബ്രുവരി മാസം നമ്മുടെ എല്ലാ തിരുനാളുകളും കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വിളിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ
ഇവിടുന്ന് ബാംഗ്ലൂരിലുള്ള 1-2 പാർട്ടികൾ അവർ വരാൻ സഹായിക്കാം, സഹകരിക്കാം, അവരെ പൈസ ഇവിടെ ഇറക്കാൻ തയ്യാറാണ്. പക്ഷെ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന കൂട്ടായ ഒരു ചിന്തയുടെ ഫലമായി തീരട്ടെ എന്നത്. രണ്ടാമത്തത് അടുത്ത താഴേക്ക് മാറും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് നൈയാമികമായ നൂലാമാലകൾ ഈ അടുത്ത മാസം ഫെബ്രുവരി മാസം കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം സ്കൂളിൻ്റെ നിർമ്മാണം നടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിലവിലുള്ള നമ്മുടെ ആ ബിൽഡിങ്ങിൽ 6 മുറികളുണ്ട്. നമ്മുടെ ചർച്ചയ്ക്ക് വേണ്ടി വിചിന്തനത്തിന് വേണ്ടി വയ്ക്കുകയാണ്. നമ്മുടെ ഇടവയിൽ 75-80 വയസ്സിൽ ധാരാളം ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് തനിച്ച് മക്കളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ആരുമില്ല അവരൊന്ന് നോക്കുവാനും പിടിച്ചിരിക്കുവാനും. ഒറ്റയ്ക്ക് ഇരുന്ന് മാനസികമായ ടെൻഷൻ അനുഭവിക്കുക. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ചിന്ത. ഡേ കെയർ സെൻറ്റർ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് പറയാറുള്ളത്. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമ്മൾ പ്രായം ചെന്ന മാതാപിതാക്കൾ. അപ്പം അവർക്ക് വേണ്ടി ഡേ കെയർ സെൻറ്റർ എന്ന് പറയുമ്പോൾ മക്കൾ ജോലിക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട 11 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകുന്നേരം ചായ കൊടുത്ത് ഒരുക്കി വിടാൻ സാധിക്കും. മക്കൾ ജോലിക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരേ പ്രായക്കാരെ കൊണ്ട് അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ ആ ക്ലാസ് മുറികൾ, കുറച്ച് മുറികളൊക്കെ നന്നായിട്ട് സജ്ജീകരിച്ച് കഴിഞ്ഞാൽ വിശ്രമിക്കുവാനിടം. ഇനി കുറേ പേർക്ക് ചീട്ട് കളിക്കുകയാണെങ്കിൽ ചീട്ട് കളിച്ചിരിക്കും. ഫെബ്രുവരി മാസം ഈ നിയമതടസ്സം മാറുകയാണെങ്കിൽ മാർച്ച് മുതൽ അതിന് നിർമ്മാണം അക്കൗണ്ടിൽ ഉണ്ട്. പലരും തന്നതായിട്ട് ഇനി പലരും തരാനുണ്ട്, ആഗ്രഹമുണ്ട്. അത് ഇതിന് ശേഷം അറിയിക്കുന്നതാണ്. അപ്പം അടുത്ത വർഷം തിരുനാളുകളായിട്ട് നിത്യാനന്ദ ചാപ്പൽ പൂർത്തിയാകാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഇടവയിലെ കൊച്ചു സംരംഭങ്ങൾ വിജയിക്കണമെങ്കിൽ ഇതൊരു ജനങ്ങൾ നടവയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിറയെ പൂക്കൾ നിറഞ്ഞ അപ്പോൾ കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ട് ആഘോഷിക്കപ്പെടും. പുഷ്പങ്ങളുടെ നാടായിട്ട് അറിയപ്പെടും. അതുകൊണ്ട് ഈ ആശയം പങ്കുവച്ചപ്പോൾ സിസ്റ്റേഴ്സ് ഉടനടി അവരുടെ ഭാഗത്ത് റോഡ് സൈഡിൽ ധാരാളം പൂച്ചെടികൾ നട്ടു കഴിഞ്ഞു. അപ്പം നമ്മളത് 2 ആഴ്ചകളിൽ പള്ളിയുടെ ഈ പരിസരം അങ്ങനെയാണ് താഴെ മുതൽ അറ്റം വരെ റോഡ് സൈഡിൽ പൂച്ചെടികൾ നടന്നതായിരിക്കും എന്നോട് അറിയിക്കുകയാണ്. അവിടെ നമ്മുടെ കുടുംബങ്ങളിലെ റോഡ് സൈഡ് എല്ലാം നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ്. അപ്പം ആ സൈഡിൽ പൂച്ചെടികൾ വെച്ചുകൊണ്ട് നട്ടുപിടിപ്പിക്കുക. അപ്പം നമ്മുടെ ഗ്രാമം മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സംരംഭങ്ങൾ നമ്മൾ തുടങ്ങണം. ഇല്ല എങ്കിൽ നമ്മുടെ നാട് അവസാനത്തെ ചിന്ത ഇതാണ്. ആ ഒരു കേസുകെട്ടുകളൊന്ന് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു റെക്കൺസിലിയേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കഴിയുന്നിടത്തോളം എല്ലാം ഭിന്നിച്ച് നിൽക്കുന്നവർ ഒന്ന് ചെയ്യാനായിട്ട് ആരായി ആത്മീയത നിറഞ്ഞു നിൽക്കുന്നവർ
ഇടവകയായി തീർക്കണം. അതില്ല എങ്കിൽ നമ്മൾ ആഘോഷം കൊണ്ട് മാത്രം കാര്യമാണ്. ഇടവകൾ തമ്മിലുള്ള സ്നേഹബന്ധം അത് നന്നായിട്ട് വളർത്തിയെടുത്തില്ല എങ്കിൽ നമ്മുടെ ഇടവകയിലേക്ക് കൃപ വർഷിക്കുകയാണ്. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പുതിയ കാര്യസന്ദർഭങ്ങൾ പിന്നീട് നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കും. ഏവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇനി ആർക്കെങ്കിലും വെള്ളിയാഴ്ചകളിൽ നേർച്ച ഭക്ഷണം ആർക്കെങ്കിലും നേർച്ച ഭക്ഷണം ഉണ്ടാക്കണം എന്ന താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. വെള്ളിയാഴ്ച ചിലർക്ക് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഒരാൾ തന്നെ 4 വെള്ളിയാഴ്ച അത് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും നമ്മുടെ ഇടവേലുണ്ടെങ്കിൽ അതിനെ ഏറ്റെടുക്കുക. ഇല്ലെങ്കിൽ 53 വാർഡുണ്ട് നമുക്ക്. ഒരു വാർഡിൽ നിന്ന് ഒരു വെള്ളിയാഴ്ച, ഒരു വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച 4 പേര് വന്നാൽ മതി ഉച്ചക്കഞ്ഞി നേർച്ചക്കഞ്ഞി ഉണ്ടാക്കാൻ സാധിക്കും. അത് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടവയെക്കുറിച്ച് നമ്മൾ എന്താ പറയുക? 53 വാർഡ്, അത് ഒരു വാർഡിൽ നിന്ന് ഒരു വർഷത്തിൽ ഒരു വെള്ളിയാഴ്ച 4 പേര് വന്നാൽ നേർച്ചക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അതും പ്രയാസമാണ് എന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാകരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് വേദികളെ യോഗ്യരാക്കപ്പെട്ട ഭക്തനാവർക്കും ഇവയുടെ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പരമേശ്വരകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശങ്ങളുമാക്കി തീർത്തങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീരത്തെ നമ്മൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും ഒക്കെ ചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപകറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്നതിന്റെ അനന്തകാരണത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ രക്തത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ ശരീരങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന്റെ നമ്മെ അവകാശങ്ങളാക്കിയ ശംസിക നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുതിർതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും